ഹലോ നമസ്കാരം. ഓട്സ് കൊണ്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഓട്സ് കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഓട്സിൻ്റെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. കുട്ടികളുടെ ടിഫിൻ ബോക്സിലേക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കൊടുത്തുവിടാൻ ശ്രമിക്കണം. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ചൂടായ പാനിലേക്ക് 1 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റാണ് നമ്മളിത് ചൂടാക്കി എടുക്കേണ്ടത്. ഇതിപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഹെൽത്തി റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏതൊക്കെയാണോ അതൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ച സവാള, അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ ക്യാരറ്റ്, അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് മാത്രം ചേർക്കുക. ക്യാപ്സിക്കം, ക്യാബേജൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനകത്ത് ചേർക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കും. പിന്നെ ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി. ഇനി കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം പൊടിച്ചതോ മുഴുവനായിട്ടുള്ളതോ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെള്ളം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കലക്കിയെടുക്കാവുന്നതാണ്. നമ്മളിപ്പം ദോശയ്ക്ക് വേണ്ടി അരി വെള്ളത്തിലിട്ടില്ലെങ്കിലോ അരച്ച് വെച്ചില്ലെങ്കിലോ നമുക്ക് രാവിലെ ഇതുപോലുള്ള റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 സാധനങ്ങൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതായത് തക്കാളിയും മല്ലിയിലയും. ഇനി നമുക്ക് അത് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കോരി ഒഴിക്കാൻ പറ്റിയ പാകത്തിന് ആക്കിയെടുക്കുക. ഇതാണ് കറക്റ്റ് മാവിൻ്റെ പരുവം. ഒരുപാട് വെള്ളവും ആവരുത്, ഒരുപാട് കട്ടിയും ആവരുത്. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് പകരം നമുക്ക് നെയ്യും യൂസ് ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് നെയ്യ് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ഓട്സ് മിക്സ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ചൊന്ന് കട്ടിയായതുകൊണ്ട് ഇങ്ങനൊന്ന് പരത്തി കൊടുക്കണം. ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു 1.5 തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെറുതായൊന്ന് റൗണ്ട് ഷേപ്പ് ആവുന്നിടം വരെ ഒന്ന് തവി വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ഒരു 3 മിനിറ്റ് ഒരു സൈഡ് വേവാൻ വേണ്ടി അടച്ചു വെക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റ് ആകുമ്പോഴത്തേന് ഒരു സൈഡ് റെഡിയാവും. ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടി വേവിക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. 1 കപ്പ് ഓട്സ് കൊണ്ട് നമുക്കൊരു 4-5 വരെ ദോശ ഉണ്ടാക്കാവുന്നതാണ്. ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇനി അഥവാ കറി വേണമെന്നുണ്ടെങ്കിൽ തൈര് കൂട്ടി കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്.
അപ്പോൾ ഓട്സ് വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു ഹെൽത്തി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.